അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ ബഷീർ പുക്കൂത്താണ്. ഞാനിപ്പോൾ ഈ ലൈവിൽ ഇത് ആൾക്കാരൊന്ന് ഷെയർ ചെയ്യണം. ഈ ലൈവിൽ വരാൻ കാരണം ഞാനിന്നലെ മഞ്ചേരിയിലെ ഒരു കുട്ടിയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു വീഡിയോ ചേർത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബന്ധുക്കൾ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞിരുന്നു. കാരണം ആവശ്യമായ പണം ലഭിച്ചിട്ടുണ്ട്, ഇനി അതേപോലെയുള്ള ലൈവ് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ലൈവ് ആ വീഡിയോ വീണ്ടും ഇട്ടിരുന്നു. അപ്പോൾ ബന്ധുക്കൾ എന്നോട് വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇന്ന് അന്വേഷിച്ച് ഞാനിപ്പോൾ അവരുടെ കൂടെയാണ്. അപ്പോൾ ഇനി ഒരു കാരണവശാലും ആ ലൈവ് ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആരുടെ കയ്യിലെങ്കിലും അത് ഡൗൺലോഡാക്കി എടുത്തു വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പണം അയക്കരുത്. അതേപോലെ തന്നെ അതിലുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ആവശ്യമുള്ള ഏകദേശം ഫണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യമുണ്ടെങ്കിൽ ഇനി ഓപ്പറേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞുകൂടിയാണ് ഞാൻ ആ ലൈവ് ഇട്ടത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അത് കണ്ടാലും പണം അയക്കേണ്ടതില്ല. ആ കുട്ടിക്ക് വേണ്ടി എല്ലാ ആളുകളും പ്രാർത്ഥിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ഒരാളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഉണ്ടായത്. പക്ഷെ അത് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എന്നിൽ നിന്നും ചില പിഴവുകൾ അതിൽ വന്നിട്ടുണ്ട് എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാപ്പ് ചോദിക്കാനും അതേപോലെ തന്നെ തെറ്റ് സംഭവിച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കാനും എനിക്ക് യാതൊരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ ബന്ധുക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആ കുഞ്ഞിന് പടച്ചവന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ കുട്ടിക്കും അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കതിൽ ചോദിക്കാനുള്ളത്, നീ ഈ വീട്ടുകാർ ഈ ഫണ്ട് നിന്നോട് പിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് പിരിച്ചു? അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഈ വീഡിയോ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് ബൂസ്റ്റിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് അങ്ങനെ വെച്ചിരുന്നു. ഒരു 3:30 ശേഷമാണ് അവർ എന്നോട് ഇടണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ നമ്മളിത് അപ്രൂവൽ കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഏതായാലും അത് വരും, വന്നിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടോ അതല്ല ആവശ്യമില്ല. അപ്പോഴാണ് നിങ്ങൾ ആരെ വിളിച്ചത്? വേണ്ട, നിങ്ങളെ ഫണ്ട് വേണ്ട, നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞിട്ടും നീ നിന്റെ സ്വയം താല്പര്യത്തിന് നിന്റെ അക്കൗണ്ടിലേക്ക് മാത്രം നിന്റെ അക്കൗണ്ട് നമ്പർ അത് ആ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ അല്ലാതെ നിന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് മാത്രം നീ അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ആക്കിയത് അതിന്റെ തെറ്റിദ്ധാരണ നിന്റെ അക്കൗണ്ടിലുള്ള ഈ ഫ്രോഡ് പരിപാടി ഇന്നത്തോടെ നിർത്തണം. അത് ഉറപ്പാണ്. നിന്റെ കള്ളത്തരത് നിർത്തണം. സോഷ്യൽ മീഡിയയിൽ നിന്റെ ഈ പരിപാടി ഇന്നത്തോടെ നിൽക്കണം. ഇതിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായത് തന്നെയാണ് കേട്ടോ. കാരണം എന്റെ ബഷീർ പുക്കൂത്ത് ചാരിറ്റി മീഡിയയുടെ അക്കൗണ്ട് നമ്പറായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അത് ശരിക്കും ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല. അതായത് ഈ സഹോദരിയോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട സാജിദ് ബാബു അല്ലേ മെമ്പർ പേര് സാജിദ് ബാബു, അവരെ ശരിക്കും ബോധ്യപ്പെടുത്തില്ല. അതെൻ്റെ അടുത്ത് വലിയൊരു പാളിച്ചയാണ്, തെറ്റാണ് പറ്റിയത്. അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിന് ഏതെങ്കിലും അതേപോലത്തെ കുടുംബത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ടങ്ങനെ ഇത്തരം സഹായങ്ങൾ അഭിമാനം കൊണ്ട് മാത്രം വാങ്ങാത്ത ആളുകളും ഒരുപാട് അഭിമാനികളായ ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബമാണ്. അവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമലൈക്കും. തീർച്ചയായിട്ടും അക്കൗണ്ടിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിന്റെ അക്കൗണ്ട് നീ ചെയ്തത് നിന്റെ ഫാൾട്ടാണ്. ഈ ഫ്രോഡ് പരിധത്തോടെ ഇന്നത്തോടെ നിർത്തേണ്ടി വരും. അതിലുള്ള പണിഷ്മെന്റ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൊടുക്കണം എന്നല്ല പറയണ്ടേ. ഇനി മുതൽ ഇവന്റെ ചാരിറ്റി പ്രവർത്തനം ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നാസർക്ക് കാണുന്നുണ്ടല്ലേ, സുരേഷ് ഭായി കാണുന്നുണ്ട്. ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.